കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിൻ്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം എല്ലാ മനുഷ്യശ്രോതാക്കൾക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിൻ്റെ ലോകത്തിൽ ആവർത്തിച്ച് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത. ചോദ്യം ഇതാണ്: ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന വനിത ആര്? ഉത്തരം ശകുന്തള ദേവിയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന വനിത. ഭാരതത്തിൽ ജനിച്ച് ഗണിതശാസ്ത്ര പ്രതിഭയാണ് അല്ലെങ്കിൽ വനിതയാണ് ശകുന്തള ദേവി. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. കൂടാതെ എഴുത്തുകാരി എന്ന നിലയിലും അവർ നിരവധി നോവലുകൾ, ഗണിതശാസ്ത്രം, ജ്യോതിഷം എന്നിവയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ് അവർ. ഇനി ആ അതുല്യ പ്രതിഭ ജനിച്ച വർഷം 1929 നവംബർ മാസം 14 ബംഗളൂരുവിലാണ് അവർ ജനിക്കുന്നത്. അന്തരിച്ചത് 2013 ഏപ്രിൽ മാസം 21 ബാംഗ്ലൂരിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അവർ അന്തരിച്ചത്. ഇനി ശകുന്തള ദേവിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവേക്കൻ ദ ജീനിയസ് ഇൻ യുവർ വേൾഡ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്, പെർഫെക്റ്റ് മർഡർ, വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, പസിൽസ് ടു പസിൽ യു, മോർ പസിൽസ് ടു പസിൽ യു. ഇവയൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. 1982 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ വനിത കൂടിയാണ് അവർ. അപ്പം അവർ ഏത് വർഷമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1982 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അവർ ഇടം നേടിയത്. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രചയിതാവ്, മാനസിക കാൽക്കുലേറ്റർ, ജ്യോതിഷി എന്നീ നിലകളിലും വളരെയധികം പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണ് ശകുന്തള ദേവി. അപ്പോൾ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ശകുന്തള ദേവിയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം. ഇനി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം പറഞ്ഞുതരാം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബ്. നേരത്തെ ഇത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യകാലത്തെ പേര് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്നാണെങ്കിൽ ഇപ്പോഴത്തെ പേര് ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1981 ഇത് നിർമ്മിച്ചത്. അപ്പം ഇത് സ്ഥാപിതമായ വർഷം എന്നാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1981. ഇതൊക്കെ ഓർത്തിരിക്കുന്ന വളരെ നല്ലത് തന്നെയായിരിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന കളിക്കാർ പരിശീലനം നടത്തുന്ന സ്റ്റേഡിയം കൂടിയാണ് ഇത്. കൂടാതെ ജിംനാസ്റ്റിക്സ്, തായ്ക്കൊണ്ട എന്നിവയും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഹബ്ബിന് ഫസ്റ്റ് റേറ്റ് ജിമ്മും നീന്തൽ കുളവുമുണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജിം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ജിമ്മി ജോർജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായിട്ടുള്ള വോളിബോൾ താരമായിരുന്നു അദ്ദേഹം. ജനിച്ചത് 1955 മാർച്ച് മാസം 8 അന്തരിച്ചത് 87 നവംബർ മാസം 30 അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി ഏത്? ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി. ചോദ്യം ഇതാണ്: ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി ഏത്? ഉത്തരം ബ്രാഹ്മി ലിപിയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ലിപി. ദക്ഷിണേഷ്യ, ദക്ഷിണപൂർവ്വ ഏഷ്യ, ടിബറ്റ് എന്നിവിടങ്ങളിലെ മിക്ക ലിപികളുടെയും മാതൃലിപിയാണ് ബ്രാഹ്മി ലിപി. BC 6 നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മി ലിപി ഉപയോഗിച്ചു വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും BC 3 നൂറ്റാണ്ടിൽ ആലേഖനം ചെയ്യപ്പെട്ട അശോകന്റെ ശിലാശാസനങ്ങളിലാണ് ബ്രാഹ്മി ലിപി കൂടുതലായിട്ട് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഭാഷ എന്ന് പറയുന്നത് ഏർലി പ്രാകൃതിക് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ പ്രകൃതിക് ലാംഗ്വേജ് ആണ് ബ്രാഹ്മി ലിപി എന്ന് പറയുന്നത്. ഇനി പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി പരന്നു കിടക്കുന്ന കായലുകളും വിശാലമായ നെൽവയലുകളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെയായിട്ട് പേര് കേട്ടിട്ടുള്ള പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ നെൽകൃഷിയുടെ പ്രശസ്തമായിട്ടുള്ള കേന്ദ്രം കൂടിയാണ് ഇവിടം. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടം. അതിനോടൊപ്പം കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഒരുപാട് പാട്ടുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കുട്ടനാട് കണ്ടിട്ടുണ്ട് അല്ലേ? സിനിമകളിലേക്ക് ഒരുപാട് പാട്ടുകളിലൊക്കെ നമ്മൾ കുട്ടനാട് കണ്ടിട്ടുണ്ട്. ഇനി 4 പ്രധാന നദികളായിട്ടുള്ള പമ്പ, മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ് എന്നിവ
ഒക്കെ അവിടെ കൂടെ ഒഴുകുന്നെങ്കിലും കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താജ്മഹലിന്റെ ശില്പി ആര്? ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. താജ്മഹലിന്റെ ശില്പി ഉസ്താദ് ഈസയാണ് താജ്മഹലിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേർഷ്യൻ വാസ്തുശില്പിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതിനോടൊപ്പം തന്നെ ആഗ്രയിലെ താജ്മഹലിന്റെ അസിസ്റ്റന്റ് ആർക്കിടെക്ട് എന്ന പേരിലും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഉസ്താദ് ഈസ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ശകുന്തള ദേവിയാണ്. ഭാരതത്തിൽ ജനിച്ച ഗണിതശാസ്ത്ര പ്രതിഭയായിട്ടുള്ള വനിത ശകുന്തള ദേവി. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ എഴുത്തുകാരി എന്ന നിലയിലും നിരവധി നോവലുകൾ, ഗണിതശാസ്ത്രം, ജ്യോതിഷം സംബന്ധമായിട്ടുള്ള രചനകൾ, നോവലുകൾ എന്നിവയൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് അവർ. ജനിച്ചത് 1929 നവംബർ മാസം 14 ബംഗളൂരുവിലാണ്. മരിച്ചത് 2013 ഏപ്രിൽ മാസം 21 ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. അവരുടെ പുസ്തകങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അവേക്കൻ ദ ജീനിയസ് ഇൻ യുവർ വേൾഡ്, ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് അറിവ് ഒരുപാട് ലഭിക്കുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ബുക്ക് ഓഫ് നമ്പേഴ്സ്, പെർഫെക്റ്റ് മർഡർ, വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, പസിൽസ് ടു പസിൽ യു, മോർ പസിൽസ് ടു പസിൽ യു. ഇനി അവർക്ക് ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഏത് വർഷമാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1982 മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. രചയിതാവ്, മാനസിക കാൽക്കുലേറ്റർ, ജ്യോതിഷി എന്നീ നിലകളിലൊക്കെ വളരെ പ്രശസ്തയായിട്ടുള്ള വനിത. അടുത്തത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? ഇപ്പോഴത്തെ പേര് ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്താണ് ജിമ്മി ജോർജ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വെള്ളയമ്പലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോർ സ്റ്റേഡിയമാണ് ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബ്. നേരത്തെ ഇത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1981 ഇത് സ്ഥാപിതമായത് അല്ലെങ്കിൽ നിർമ്മിച്ചത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാഡ്മിൻ്റൺ കളിക്കുന്ന കളിക്കാർക്ക്, അതായത് പരിശീലനം നടത്തുന്ന സ്റ്റേഡിയം കൂടിയാണിത്. അതിനോടൊപ്പം തന്നെ ജിംനാസ്റ്റിക്സ്, തായ്ക്കൊണ്ട എന്നിവയും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഹബ്ബിന് ഫസ്റ്റ് റേറ്റ് ജിമ്മും നീന്തൽ കുളവുമുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജിം എവിടെയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബാണ്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണത്. ഇനി ജിമ്മി ജോർജ് എന്ന് പറയുമ്പം കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായിട്ടുള്ള വോളിബോൾ താരം. ജനനം 1955 മാർച്ച് 8, മരണം 1987 നവംബർ മാസമാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ലിപി ഏത്? ബ്രാഹ്മി ലിപിയാണ്. ദക്ഷിണ ഏഷ്യ, ദക്ഷിണ പൂർവേഷ്യ, ടിബറ്റ് എന്നിവിടങ്ങളിലെ മിക്ക ലിപികളുടെയും മാതൃലിപി. BC 6 നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മി ലിപി ഉപയോഗിച്ചു വരുന്നു. എങ്കിലും BC 3 നൂറ്റാണ്ടിൽ ആലേഖനം ചെയ്യപ്പെട്ട അശോകൻ്റെ ശിലാശാസനങ്ങളിലാണ് ബ്രാഹ്മി ലിപി കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഉൾപ്പെട്ട ബ്രാഹ്മി ലിപിയാണ് കൂടുതലായിട്ട് പ്രശസ്തം. ഭാഷ എന്ന് പറയുമ്പോൾ ഏർലി പ്രാകൃതിക് ലാംഗ്വേജ് ആണ്. ഇനി പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന കായലുകൾക്ക് വിശാലമായ നെൽവയലുകൾക്കും അതിപ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട്. കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. കൂടാതെ സമുദ്രനിരപ്പിന് താഴെ ആയിട്ടുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ സ്ഥലം കൂടിയാണ് ഇത്. അപൂർവം പ്രദേശങ്ങളിലൊന്നാണ്. അതിനോടൊപ്പം കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം സിനിമകളിലായാലും പാട്ടുകളിലായാലും ഒക്കെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടൊരു സ്ഥലം കൂടിയാണ് അല്ലേ. ഇനി അവിടെ കൂടെ ഒഴുകുന്ന 4 പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? പമ്പ, മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ് എന്നിവയൊക്കെയാണ് ഒഴുകുന്നതെങ്കിലും ശുദ്ധജലക്ഷാമം അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസയാണ് താജ്മഹലിൻ്റെ ശില്പി. ഉസ്താദ് ഈസ എന്ന് പറയുമ്പോൾ പേർഷ്യൻ വാസ്തുശില്പിയാണ്. ആഗ്രയിലെ താജ്മഹലിൻ്റെ അസിസ്റ്റന്റ് ആർക്കിടെക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിൻ്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.